ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഈ വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിച്ചിട്ടേ ആണോ എന്ന് പറയുന്ന സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടാകും. ഞാൻ ആ ഒരു കാറ്റഗറിയാണ്. ഏടെ പോയെങ്കിലാവും പുരയിലുണ്ടെങ്കിലാവും ഏടെ ഉണ്ടെങ്കിലാവും വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ചായ കിട്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയും ഹെഡേക്കുമാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങളെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇഷ്ടംപോലെ ചായക്കടയുണ്ട്, നല്ല കടിയും കിട്ടും. അങ്ങനെ ആടുന്ന് നല്ല ചായ കുടിച്ച് കടിയെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടത് ഗൾഫ് മാളിലേക്കാണ്. ഇപ്പോൾ എല്ലായിടത്തും അത്യാവശ്യം നല്ല ഓഫറുള്ള ടൈമാണ്. മിഡ് സീസൺ ഓഫറും ക്ലിയറൻസ് സെയിലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയത് ഗൾഫ് മാളിലുള്ള മാക്സിലേക്കാണ്. അപ്പോൾ ഓരോ വെബ്സൈറ്റിൽ ഞാൻ ആനിവേഴ്സറി സെയിലൊന്നും കൂടി കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമല്ലോ എന്നിട്ട് അങ്ങോട്ട് പോയി നോക്കാൻ മാത്രമല്ല കുറച്ച് ഷോപ്പിംഗ് ആക്കാനുള്ള പ്ലാനും ഉണ്ടായിന്. മെയിനായിട്ട് എനിക്ക് ഇഷാക്കാണ് ഡ്രസ്സ് വാങ്ങാണ്ടതിന്. ഓൾക്കിപ്പോൾ കുറച്ച് ഡ്രസ്സെല്ലാം വേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഹൈറ്റ് വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഡ്രസ്സെല്ലാം ഷോർട്ടായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓക്കാന്ന് ഡ്രസ്സ് നോക്കിയാൽ ഉള്ള ഡ്രസ്സിനെല്ലാം നല്ല ഓഫർ ഉണ്ടായിന്. നല്ല 50 റിയാലിൻ്റെ 60 റിയാലിൻ്റെ അല്ല 20 റിയാൽക്ക് 10 റിയാൽക്ക് നല്ല ഓഫറിൽ എനിക്ക് കുറേ ഡ്രസ്സായിരുന്നു കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ സ്റ്റോക്കും അത്യാവശ്യം ഉണ്ടായിന്, അങ്ങനെ കാലിയായിട്ടൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ വൈകുന്നേരം പോയതുകൊണ്ട് വലിയ തിരക്കും ഉണ്ടായിട്ടാടെ. പിന്നെ അങ്ങനെ ഓക്ക് 2 സൈസിലുള്ള ആകുന്നുണ്ട്, അതായത് ഓളെ സൈസും ഓളെ നെക്സ്റ്റ് സൈസും കൂടി ഓക്ക് ആകുന്നുണ്ട്. അതിനോട് വലിയ കുഴപ്പമുണ്ടായിട്ടാണ്. ഓക്ക് അത്യാവശ്യം ഡ്രസ്സെല്ലാം ഉണ്ടായിനവിടെ. പിന്നെ ഞാൻ നോക്കിയത് ചെരുപ്പിൻ്റെ സെക്ഷനാണ്. നമ്മൾ അല്ലാത്ത ടൈമിലെല്ലാം പോയെങ്കിൽ സ്നീക്കേഴ്സിനും ഷൂസിനും കാഷ്വൽ ഷൂസിനും ഒക്കെ ഭയങ്കര റേറ്റ് ഉണ്ടാവും അവിടെ, ലൈക്ക് 60 അബോവ് തന്നെ ഉണ്ടാവും. ഇതെല്ലാം ബിലോ 40 ആണ്. എല്ലാ പ്രോഡക്ട്സും, അതായത് എല്ലാ ഐറ്റംസിനെയും ഓഫറും ഉണ്ട്. അതെല്ലാം 40ക്ക് ബിലോ ആണ്. അബോവ് 40 ആയിട്ടൊന്നുമില്ല, ഒരു 30-20 ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ലേഡീസിൻ്റെ ഹീൽസ് എല്ലാം, ഞാൻ ഹീൽസ് യൂസ് ആക്കുന്ന ആളല്ല, ഞാൻ കൂടുതലും ഫ്ലാറ്റ് തന്നെയാണ് യൂസ് ആക്കുന്നത്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, എനിക്ക് ഹീൽസ് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സാധനം എല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എപ്പോഴും 80, 75, 69 ആ ഒരു റേഞ്ചിലെല്ലാം റേറ്റ് വരൽ. പക്ഷെ എല്ലാം നല്ല പ്രൈസ് കുറവിനാടെ ഉണ്ടായിന്. പിന്നെ ഞാൻ ജസ്റ്റ് ലേഡീസ് സെക്ഷനിലെല്ലാം പോയിട്ട് നോക്കിയിട്ടുണ്ടായിന്. ആടെ എനിക്ക് വലിയ ഓഫറൊന്നും കണ്ടിട്ട. പിന്നെ ഓഫറുള്ള ഐറ്റംസ് ആണെങ്കിൽ എന്നെ ഇങ്ങനെ കുറച്ച് മുന്നത്തെ ഐറ്റംസൊക്കെ ഇപ്പോൾ ഓഫർ ഇട്ടിട്ട് വെച്ച പോലെ എനിക്ക് തോന്നി. പിന്നെ വലിയ സൈസും ഇല്ല, അതായത് ഇതിൻ്റെ ഒരു ഡ്രസ്സ് മാത്രമുണ്ട്, അതിൻ്റെ നെക്സ്റ്റ് സൈസ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ട. അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞ ശേഷം പിന്നെ ഇങ്ങോട്ട് ഈശാൻ്റെ ഷൂസെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഷൂസിൻ്റെ സെക്ഷനിലേക്ക് തന്നെ വന്നതാണ്. പിന്നെ കിഡ്സിൻ്റെ ഷൂസിന് മാത്രമല്ല ലേഡീസിൻ്റെ ഷൂസിനും നല്ല ഓഫർ ഉണ്ടായിന്. ആ സെക്ഷനിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടാണ്. അവിടെ നല്ലോണം ആൾക്കാർ വന്നിരുന്നു തോന്നുന്നു, എല്ലാം വലിച്ചിട്ടിട്ടുണ്ടായിന് താഴെ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ്. കിഡ്സിൻ്റെ പോലെ തന്നെ ആ സൈഡാണെങ്കിലും നല്ല ഓഫർ ഉണ്ടായിന്. പിന്നെ മെൻസ് സെക്ഷനിലും അത്യാവശ്യം ഓഫർ ഉണ്ട്, ടീഷർട്ട്സിന് ഷർട്ട്സിനൊക്കെ ഓഫർ ഉണ്ടായിന്. പിന്നെ ഞാൻ അതിങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടാണ്. പിന്നെ ഞാൻ കണ്ടത് ഈ ഡെക്കോർ ഐറ്റംസാണ്. റമദാനുള്ള ഡെക്കോർ ഐറ്റംസ് എല്ലാം നല്ല പ്രൈസ് കുറവായിട്ടുണ്ടായിന്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത റമദാന് നിങ്ങൾ ഡെക്കറേറ്റ് ആക്കാനെല്ലാം പ്ലാൻ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ പോയിട്ട് സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കുക. എന്തെങ്കിലും ഈ റമദാൻ്റെ സ്റ്റോക്കെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നല്ലോണം വില കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മറ്റേ കംഫർട്ടെല്ലാം ഉണ്ട് അതിനവിടെ ബെഡ് സെറ്റ്. അപ്പോൾ അതും നല്ല പ്രൈസ് കുറവിന് ഞങ്ങൾക്ക് അവിടെ കണ്ടിട്ടുണ്ടായിന്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് കിഡ്സിന്, അതായത് ഗേൾസിൻ്റെ ആക്സസറീസാണ്. ലൈക്ക് ഹെയർ ബാൻഡ്സും ബോസും ക്ലിപ്സും റബ്ബേഴ്സും എന്ന് പറയുന്ന എല്ലായിടത്തിനും നല്ല ബിലോ ഹാഫ് പ്രൈസ് തന്നെ, നല്ല 50% കൂടുതൽ തന്നെ ആ ഒരു സെഷനിലെല്ലാം ഓഫർ ഉണ്ടായിന്. പിന്നെ ഇഷ എൻ്റെ ഒപ്പം കൂടിയിട്ട് ഷോപ്പിംഗ് എല്ലാം ആക്കാൻ പഠിച്ചിട്ടുണ്ട്. ഓളും ഇങ്ങനെ ഓരോരോ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് കാണിക്കുന്നുണ്ടായിന്. വേണമെന്നൊന്നും പറയല്ല അപ്പോൾ, പക്ഷേ എല്ലാം ഇട്ടിട്ട് നോക്കും, ഇത് നോക്ക് നല്ല ഇല്ലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നല്ല സെലക്ഷനും ഉണ്ട് ഓൾക്ക്. ഓൾ കൊണ്ടുവരുന്ന സാധനമെല്ലാം നല്ല കാണാനും നല്ല ഉണ്ടാവും. ഇങ്ങനെ ചൂസി ആയിട്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ പിന്നെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊന്നും വാങ്ങല്ല, എന്തായാലും ബാഗല്ലേ, എന്തായാലും പിള്ളേർ യൂസ് ചെയ്യലാലോ, അങ്ങനെ വാങ്ങലൊന്നുമില്ല. പിന്നെ ഗേൾസിൻ്റെ ചെറിയ പിള്ളേരുണ്ടല്ലോ, ചെറിയ കുഞ്ഞ് പെൺകുട്ടികളുടെ ഡ്രസ്സെല്ലാം നല്ല ഉണ്ടായിന്, നല്ല ഓഫറും ഉണ്ടായിന് അവിടെ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വാങ്ങാനെല്ലാം പ്ലാൻ ആക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ ഒരു ടൈം മിസ്സാക്കണ്ട. കാരണം നല്ല ഓഫറിൽ നല്ല സാധനങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്.
കിട്ടുന്ന. അല്ലാത്ത ടൈമിലെല്ലാം പോകുമ്പോൾ ബിറ്റ് പ്രൈസി ആയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഈ ഓഫേഴ്സ് എല്ലാം മാക്സിമം യൂസ് ആക്കാൻ നോക്കുക. അങ്ങനെ അതാ കുഞ്ഞ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനൊന്നും പ്ലാൻ ആക്കിയിട്ടാ. ഓൾറെഡി ഉച്ചക്കത്തെ ഉണ്ടാക്കിയ ഫുഡ് നല്ലോണം റൂമിൽ ബാക്കി ഉണ്ടായിന്. അങ്ങനെ വീട്ടിൽ തന്നെ പോയിട്ട് ഫുഡെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ നേരെ റൂമിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ ഉള്ളിലെല്ലാം എത്തിക്കഴിയുമ്പോൾക്ക് അനിയത്തിൻ്റെ കോൾ വന്ന് ഓൾ പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഓൾക്ക് ഫീവർ ആയതുകൊണ്ട് ഉള്ളിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഞാനും മിഷ്യൻ ചായയും കൂടിയാണ് പുറത്തേക്ക് പോയത്. പിന്നെ അവിടെ ഇങ്ങനെ മുണ്ടിയിട്ട് പുറത്ത് നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഉള്ളിലെല്ലാം വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോയത്. ഓര് തിരിച്ചു പോയി കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ നെക്സ്റ്റത്തെ പരിപാടി ഫുഡ് അടിക്കലാണ്. ഉച്ചത്തെ ഫുഡെല്ലാം ബാക്കി ഉണ്ടായിന്. അങ്ങനെ ഞാൻ നെയ്ച്ചോറും ബിരിയാണീൻ്റെ മസാല എല്ലാം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം സെർവ് ആക്കി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് രാത്രിയിലത്തെ വീഡിയോ അല്ല, ഉച്ചത്തെ വീഡിയോ ആണ്. ഞാൻ ഏതോ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ നോക്കിയിട്ട് പണ്ടൊരു ബിരിയാണി ട്രൈ ആക്കിയിട്ടുണ്ടായിന്. ദം ബിരിയാണി അല്ല, സാധാരണ ഇങ്ങനെ ഗീ റൈസ് സെപ്പറേറ്റ് മസാല സെപ്പറേറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി. അപ്പോൾ അതൊന്നുകൂടി ട്രൈ ആക്കിയാണ്. പിന്നെ ഈ സൈഡ് സാലഡ് എന്ന് പറയുന്നത് എൻ്റെ അനിയത്തി മീൻസ് ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ റെസിപ്പിയാണ്. ഓളർക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിന്. അങ്ങനെ അതിന് ശേഷം എപ്പോൾ ഞാൻ ബിരിയാണിക്ക് ഉണ്ടാക്കൽ ഈ ഒരു സാലഡ് തന്നെയാണ്. എന്തായാലും എനിക്ക് തൈര് കൂട്ടിയിട്ട് കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ അധികം ഉണ്ടാക്കൽ ഇതാണ്. പിന്നെ ഇതാ രാത്രി കഴിക്കുമ്പോൾക്ക് ഈ ഒരു സെറ്റപ്പിലാണ് വെച്ചത്. എന്തെങ്കിലും ഉച്ചക്കത്തെ ഡെക്കറേഷനൊന്നും രാത്രി ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.